ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ട് ഇ.ഡി. സമർപ്പിച്ച അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. എഫ്ഐആറും മൊഴിപ്പകർപ്പും അടക്കമുള്ള അനുബന്ധ രേഖകളും വേണമെന്നാണ് ആവശ്യം. സ്വർണ്ണ കവർച്ചയിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് ഇ.ഡിയുടെ നീക്കം. ആന്റണി ജോർജ് ചേരുന്നു വിവരങ്ങളുമായി. ആന്റണി, ഈ രേഖകൾ ലഭിച്ച ശേഷമായിരിക്കും ഈ സാമ്പത്തിക ഇടപാടുകൾ, ഈ ശബരിമല സ്വർണ്ണ കവർച്ചയെ സംബന്ധിച്ചുള്ള സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ അതിലെ കള്ളപ്പണ ഇടപാടുകളൊക്കെ സംബന്ധിച്ചൊരു അന്വേഷണവുമായി ഇ.ഡിക്കും മുന്നോട്ട് പോകാൻ സാധിക്കും. ഇന്ന് എങ്ങനെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ? എപ്പോഴത്തോടുകൂടി ഈ വിജിലൻസ് കോടതി ഈ സംഭവം, ഈ ഇ.ഡിയുടെ ഈ ഒരു ആവശ്യം പരിഗണിക്കും? കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക അന്വേഷണം ഇ.ഡി നേരത്തെ നടത്തിയിരുന്നു. അപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇ.ഡിക്ക് ഈ കേസിന്റെ എഫ്ഐആറും അതുപോലെ തന്നെ മൊഴിപ്പകർപ്പുകളും ആവശ്യമാണ്. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇ.ഡി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അന്ന് പക്ഷേ ഹൈക്കോടതി പറഞ്ഞത് ഇക്കാര്യത്തിൽ വിചാരണ കോടതിയെ സമീപിക്കാനുള്ള നിർദ്ദേശമാണ് ഇ.ഡിക്ക് നൽകിയത്. തുടർന്നാണ് ഇ.ഡി കൊല്ലം വിജിലൻസ് കോടതിയിൽ കഴിഞ്ഞ ദിവസം അപേക്ഷ നൽകിയത്. ആ അപേക്ഷ ഇന്നിപ്പോൾ പരിഗണിക്കാനായി കോടതി മാറ്റുകയായിരുന്നു. അപേക്ഷയെ സംസ്ഥാന സർക്കാർ അന്ന് ശക്തമായി എതിർത്തിരുന്നു. ഈ ഒരു കാരണവശാലും ഇത്തരത്തിൽ എഫ്ഐആറോ അതുപോലെ തന്നെ ഈ മൊഴിപ്പകർപ്പുകളോ കൊടുക്കരുത് ഇ.ഡിക്ക് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഹൈക്കോടതി രഹസ്യാന്വേഷണം ആണ് നടത്തുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഈ ഇ.ഡിയെ കൂടി ഉൾപ്പെടുത്തേണ്ടതില്ല, ഇ.ഡിക്ക് എഫ്ഐആറും രഹസ്യ രേഖകളും കൊടുക്കരുത് എന്നുള്ള ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ അന്ന് കോടതിയിൽ സ്വീകരിച്ചത്. ഏതായാലും ഇന്നും ആ നിലപാട് കോടതിയിൽ ആവർത്തിക്കും സർക്കാർ. ഇന്നിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി ഈ ഹർജി അല്ലെങ്കിൽ ഈ അപേക്ഷ പരിഗണിക്കും. ഇ.ഡിയുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ എഫ്ഐആർ അതായത് ഈ സ്വർണ്ണപ്പാളി കേസുകൾ, 2 കേസുകളാണ് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത്. ഒന്ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയും അതുപോലെ തന്നെ വാതിൽപ്പടിയിലെ സ്വർണ്ണപ്പാളി മോഷണവും. ഈ 2 കേസുകളിലെയും എഫ്ഐആറുകൾ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഇതെല്ലാം തങ്ങൾക്ക് വേണം എന്നുള്ളതാണ് ഇ.ഡി മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം പ്രത്യേകിച്ച് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇ.ഡി പറയുന്ന ഒരു കാര്യം. അത് തങ്ങളുടെ അന്വേഷണ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിൽ അന്വേഷണം ആവശ്യമാണ് എന്നുള്ളതാണ് ഇ.ഡി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്നും കോടതിയിൽ ശക്തമായി തന്നെ സർക്കാർ എതിർക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ കോടതിയുടെ നിലപാട് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം സ്വർണ്ണ കവർച്ച കേസിൽ ഇ.ഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ന് ഈ കോടതിയുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രേഖകൾ കൊടുക്കണമോ ഇല്ലയോ അതിനെ ആശ്രയിച്ചായിരിക്കും ഈ കേസ് അടുത്ത തിരിവിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു തലത്തിലേക്ക് പോകുന്ന നിലയിൽ മാറുക. ഏതായാലും സംസ്ഥാന സർക്കാർ ശക്തമായി തന്നെ ഇ.ഡിക്ക് എഫ്ഐആറും മൊഴിപ്പകർപ്പുകളും കൊടുക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. കോടതിയുടെ നിലപാട് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ശരി ആന്റണി.